रंग महल माँ अजब शहर माँ आया रे हंसा भाई निर्गुण राजा की निर्गुण सेज बिछाई थारा रंग महल माँ अजब शहर माँ आया रे हंसा भाई निर्गुण राजा की निर्गुण सेज बिछाई निर्गुण सेज बिछाई हरे हरे भाई देवाली आमा देव नाही गरज कसी हरा रंग महल माँ अजब शहर माँ आया रे हंसा भाई निर्गुण राजा के निर्गुण सेज बिछाई 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 जय गुरु ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് ദേവൽധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വില്ലേജിലാണ്. ഇവിടെ വന്ന് ആർട്ടിസ്റ്റ് വാലി ഹോം സ്റ്റേ എന്ന് പറഞ്ഞത് ആ കാണുന്ന ഹോം സ്റ്റേ, ഇത് കഞ്ചാവിൻ്റെ ചെടിയാട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ വീഡിയോ എടുത്തത് ഒരു 3 ദിവസം മുമ്പാട്ടോ. കാരണം അന്ന് രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് പനിച്ചു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങി. രാവിലെ എനിക്കിപ്പോൾ ഭയങ്കര തലകറക്കമൊക്കെ ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങനെ തെഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് പോകാമെന്നുള്ളൊരു പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ തല കറക്ക എനിക്ക് രാവിലെ എനിറ്റപ്പോൾ തൊട്ട് ഇങ്ങനെ ഇവിടെ ബാത്റൂമൊക്കെ താഴെ കേട്ടോ. ആ എരുമയൊക്കെ നമ്മൾ കെട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്താണ് ബാത്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വരെ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇന്നലെയും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, അങ്ങനെ കഴിച്ച് അവിടെ അങ്ങനെ കിടക്കുമായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഇന്നലെ നമ്മളിവിടുന്ന് പതുക്കെ ഇറങ്ങാണ്, ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കുറച്ച് സ്പെഷ്യലാണ്. എന്തായാലും ഉത്തരാഖണ്ഡിലുള്ള സ്ഥലമല്ല, ഏതാ സ്ഥലം എന്നൊക്കെ വഴിയെ പറയാം. എന്തായാലും വീഡിയോയിലേക്ക് ഇറക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. ദേവൽധാറിൽ എവിടെ നോക്കിയാലും ഇതുപോലെ സ്റ്റെപ്പ് ഫാമിംഗ് ആട്ടോ കാണാം. അപ്പോൾ ഈ ഭാഗത്തും ഈ മലഞ്ചെരുവുകളിലൊക്കെ ഇങ്ങനെ തട്ടായിട്ട് അതേ മുകളിലേക്കൊക്കെ പോയാലും അവിടെ അതെ ആ ഒരു സൈഡിലൊക്കെ നോക്കിയാലും അവിടെയൊക്കെ എല്ലായിടത്തും സ്റ്റെപ്പ് ഫാമിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഫാമിങ്ങിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുകൾ, ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ. അതിൻ്റെ അടിയിലൊക്കെ കന്നുകാലികളെയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂട് കിട്ടാനാണ്, തണുപ്പ് കാലത്ത് ഈ കന്നുകാലികൾ ഇതിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് വാലി ഹോം സ്റ്റേനെ കുറിച്ച് പറഞ്ഞാൽ രാവിലെ കേട്ടില്ലേ പാട്ട്, എന്ത് രസമായിട്ടാണെന്ന് അറിയാം. ആ ചേട്ടൻ പറഞ്ഞ നീൽകണ്ഠ് എന്നാണ് കേട്ടോ ആ ചേട്ടൻ്റെ പേര്. ആന്ധ്രാപ്രദേശിൽ ആണ് ആളുടെ വീട്. പിന്നെ ആളുടെ ഒരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അപ്പോൾ അവരും നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ അവരുടെ വീഡിയോ എനിക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് പോണതിന് മുമ്പ് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇന്നൊരു യാത്ര പോവാണെന്ന്. നമുക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരാവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ റിട്ടയർ ആവുകയാണ്. ഞാൻ ബൈക്കൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഒരു 2 ആഴ്ച നമുക്കൊരു 10-12 വീഡിയോസെങ്കിലും എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. പിന്നെ നമ്മുടെ ബൈക്കൊക്കെ ഡിലേ ആയില്ലേ വരാനൊക്കെ. അങ്ങനെ കുറേ സമയം പോയതുകൊണ്ട് ആണ് തുടക്കത്തിൽ തന്നെ നാട്ടിലേക്ക് പോകണ പോലെ തോന്നുന്നത് കേട്ടോ. പക്ഷേ പെട്ടെന്ന് പോകും, ഒരു 3 ദിവസം 4 ദിവസം മാക്സിമം എടുക്കുള്ളൂ. അതിനുള്ളിൽ തിരിച്ചു വരണം എന്നുള്ളൊരു ഐഡിയയിലാണ്. അമ്മ 10-36 കൊല്ലമായിട്ട് ജോലി എടുത്ത് എന്നെ നോക്കിയത് മൊത്തം അമ്മയാണ്. അപ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അപ്പോൾ വേറെ എന്തിനു പോയില്ലെങ്കിലും അമ്മയുടെ റിട്ടയർമെൻറ്റിന് പോകണമെന്ന് ഞാൻ അങ്ങനെ എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും റിട്ടയർമെൻറ്റിന് അവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും പോകാതെ വയ്യ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പതുക്കെ ഋഷികേശിലേക്ക് വണ്ടി അവിടെ ലക്ഷ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണോ വീടാണോ എന്ന് എനിക്കറിയില്ല, അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പതുക്കെ ഒരു ബസ് കയറി ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്നൊരു ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോകാം. രാത്രി 9:25 ഡൽഹിയിൽ നിന്നുള്ള എയർ ഇന്ത്യയിലാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. ദേവൽധാറിൽ നിന്ന് എയിംസ് ഋഷികേശ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യാത്ര. 33 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് ഓടിച്ച് ലക്ഷ്മിയുടെ ഒപ്പം കുട്ടിക്കാലം മുതൽ പഠിച്ച് ഇന്ന് എയിംസിൽ ഫൈനൽ ഇയർ PG ചെയ്യുന്ന പ്രണവിന്റെ റൂമിന്റെ താഴെ ഡോമിയെ പാർക്ക് ചെയ്തു. എന്നെ ഷെയർ ഓട്ടോയിൽ കയറ്റി യാത്രയും പറഞ്ഞ് പ്രണവ് ഷിഫ്റ്റിന് കയറാൻ പോയപ്പോൾ ലോങ് റൂട്ട് പ്രൈവറ്റ് ബസ് വരുന്ന നേപ്പാളി ഫാം ലക്ഷ്യമാക്കി ഓട്ടോ ഇഴഞ്ഞു. ചെന്ന് 2 മിനിറ്റിൽ ബസ് വന്നു. സിംഗിൾ ബെഡ് സ്ലീപ്പറാണ്. മുകളിൽ പൊത്തിപ്പിടിച്ച് കയറി കാഴ്ചകളും കണ്ട് ഒന്നും ഉറങ്ങി എനിട്ടിപ്പോൾ ഡൽഹി എത്തി. കാശ്മീരി ഗേറ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി മെട്രോ പിടിച്ചും മാറി കയറിയും ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ബാഗേജ് കൗണ്ടറിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യക്കുട്ടി
പോലും ഇല്ല. ടെക്നോളജി ഗൈസ്, ടെക്നോളജി. ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോ ബാഗേജ് ഡ്രോപ്പ് ഫെസിലിറ്റി കാണുന്നത്. നമ്മുടെ ഫോണിലുള്ള ടിക്കറ്റിന്റെ PNR അടിച്ചു കൊടുക്കുമ്പോൾ ബോർഡിംഗ് പാസും ബാഗ് ടാഗും പ്രിന്റ് ചെയ്ത് കൈ തരും. ടാഗ് ബാഗിൽ ഒട്ടിച്ച് ബെൽറ്റിൽ വെച്ച് QR കോഡ് സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബോർഡിംഗ് പ്രോസസ്സും ബാഗ് ഡ്രോപ്പും കഴിഞ്ഞു. ശാസ്ത്രത്തിന്റെ വളർച്ചയും ആലോചിച്ച് നാട്ടിലെത്തിയ അമ്മയും ലക്ഷ്മിയും കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ 50% യാത്രക്കാരും തജിക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോയി ഫസ്റ്റ് ഇയറിന്റെ ലീവിൽ നാട്ടിൽ വരുന്ന പിള്ളേരാണ്. വീട്ടിലുള്ളവരെ കാണാനും ഫ്ലൈറ്റ് എത്ര വൈകിയാലും വീട്ടിൽ ചെന്ന് അമ്മയുടെ ദോശയും ചോറും മീൻകറിയും കഴിക്കാനുള്ള കൊതിയും ഒക്കെ ആയിട്ട് കുറേ കുട്ടികൾ. അവരുടെ മുന്നിൽ എന്റെ എക്സൈറ്റ്മെന്റ് ഒരു തോർത്തം തലയിലിട്ട് ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നു. വീണ്ടും ചെറിയ പനിക്കോള് തോന്നിയപ്പോൾ ഒരു ഉറക്കം പാസാക്കി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാഗ് കിട്ടാൻ കുറേ വൈകി. എന്റെയാണ് ഏറ്റവും അവസാനം വന്നത്. ബാഗും എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മക്കളെ വിളിക്കാൻ വന്ന അച്ഛനമ്മമാരും ചേച്ചിയും ചേട്ടനെയും അനിയനെയും അനിയത്തിയെയും വിളിക്കാൻ വന്ന സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ. ഞാൻ ഓട്ടോ ഒന്നും ബുക്ക് ചെയ്യാതെ കുറേ നേരം വെറുതെ അത് നോക്കി അങ്ങനെ നിന്നു. എല്ലാവരും ഓരോ വഴിക്ക് പിരിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ഓട്ടോയിൽ കയറി. സംസാരിക്കാൻ ഒരാളെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാനും ഓട്ടോ ചേട്ടനും. ജീവിത കഥകളും ലോകകാര്യങ്ങളും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരത്തിന്റെ വഴികളെ ഉണർത്താതെ അങ്ങനെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. കുറേ നാൾ കൂടിയിട്ടാട്ടോ ക്രെറ്റനെ കൈ കിട്ടണേ. അതിന്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. അപ്പൊ ഈ വണ്ടി കയ്യിലുള്ളപ്പോ ആ ഒരു വില ഉണ്ടായിരുന്നില്ല. അതിപ്പോ ഒരു 5-6 മാസമായി ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൈ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. ഈ ഇപ്പൊ എന്നെ ലക്ഷ്മീനൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ ഈ വണ്ടീനെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഈ വഴിയിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് ഇതേ ക്രെറ്റ അതേ നിങ്ങളുടെ വണ്ടി എന്ന് പറയുമ്പോൾ അപ്പൊ ഞങ്ങളോടുള്ള അതേ സ്നേഹം ഈ വണ്ടിയോടും കാണിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ തോന്നാറില്ല. അതെന്താ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് വണ്ടി കൈ കിട്ടിയപ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാവാണ്. അപ്പൊ ഞാൻ പതുക്കെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. നമ്മുടെ ലക്ഷ്മി കുട്ടി വരുന്നുണ്ട്. ലക്ഷ്മി അമ്മയുടെ റിട്ടയർമെന്റ് ഭാഗമായിട്ട് ലക്ഷ്മി ഇന്നലെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനൊക്കെ കയറി അവിടെ നിങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 9:30 എത്തുന്ന ഏതൊരു ട്രെയിൻ, അത് ഏത് ട്രെയിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ട്രെയിനിന്റെ എന്തൊരു പേര് പറഞ്ഞു, അനന്തപുരി എക്സ്പ്രസ്സോ അതാന്ന് തോന്നുന്നു. അനന്തപുരി എക്സ്പ്രസ്സിൽ വരുന്നുണ്ട്. ഹായ്, ഹലോ. അയ്യോ പോട്ടെ നീക്കിട്ടോ. വീണ്ടും ഞങ്ങളും ക്രെറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ ഭാഗം അറിയില്ല. തിരിച്ച് മണ്ണന്തല എന്ന് പറഞ്ഞ ഭാഗത്താണ് അമ്മ. അവിടെ ഒരു ഫ്ലാറ്റിലാണ് സ്റ്റേ ചെയ്യാൻ. അപ്പൊ അവിടെ നിന്നാണ് ഇപ്പൊ രാവിലെ വന്ന് അപ്പൊ തിരിച്ചത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒരു ചായ കുടിക്കണമെന്നുണ്ട് കേട്ടോ. അതെനിക്ക് അടിച്ച ചായ കുടിക്കണം, അതാണ് ആദ്യത്തേത്. എന്നിട്ടാണ് നമ്മള് വീട്ടിലേക്ക് പോകുന്നത്. എനിക്കും പനിയും വയ്യായാണ്, ലക്ഷ്മിക്കും പനിയും വയ്യായാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൊത്തം രണ്ടുപേരും ഫോണില്. ഇപ്പൊ ഞാൻ ഉത്തരാഖണ്ഡിലിരിക്കുമ്പോ ഇവിടെ വിളിച്ചിട്ട് എനിക്ക് വയ്യ, അപ്പൊ ഇവള് പറയും എനിക്കും വയ്യ. ഇത് തന്നെയായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പൊ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കാം. ഈ ഭാഗത്ത് ഒരു ചായ ഉണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ട്. ഞാനും ലക്ഷ്മിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ഇതാണ് പേര് പറയാറ്, ചായ എന്നാണ് പറയാറ് അല്ലേ, ആദ്യം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കും. ബാ, ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞാൻ ദോശ കഴിച്ചു. എന്നാ ബാ കയറ്. ഇവിടെ കുറേ സാധനങ്ങൾ സ്നാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്പൈസി ഫ്രൈഡ് എഗ്, വെജ് സമോസ, എഗ് പഫ്സ്, പഴംപൊരി, പിന്നെന്താ ചില്ലി ചിക്കൻ റോള്, കട്ട്ലറ്റ്, ബനാന ഫ്രൈ, അങ്ങനെ ക്രീം ബണ്ണ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്മി ഒരു ജിഞ്ചർ കട്ടൻ ചായ പറഞ്ഞു. ഞാനും തന്നെ അല്ലേ, ഞാനിപ്പോൾ ചായ കൂടി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ജിഞ്ചർ കട്ടൻ ലക്ഷ്മി പറഞ്ഞു, അതിൻ്റെ കൂടെ പറഞ്ഞു. കട്ടൻ ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അമ്മയുടെ ഒപ്പം തന്നെ 10-12 പേര് വേറെ റിട്ടയർ ചെയ്യുന്നുണ്ട്. അമ്മ 38 കൊല്ലമായിട്ട് കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. കേരള ബാങ്ക് ആയിരുന്നില്ല ആദ്യം, അതിപ്പോൾ 1 കൊല്ലം അല്ല 5 കൊല്ലമായി അല്ലേ. കോവിഡ് സമയത്ത് തൊട്ടാണ് കേരള ബാങ്ക്. അതിനു മുമ്പ് ഇടുക്കി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും കൂടി ചേർന്ന് കേരള ബാങ്ക് ആയതാണ്. അപ്പോൾ 38 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞ് വിരമിക്കുകയാണ്. ഹെഡ് ഓഫീസ് പാളയത്താണ്. അവിടെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണ് പരിപാടി.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാരും കൂടിയിട്ട് അമ്മേനെ റിട്ടയർമെന്റ് ചെയ്ത് കൊണ്ടുവരാം. വീട്ടിലെ ചെറിയമ്മ, ചെറിയച്ഛൻ, പിന്നെ അവരുടെ മകന്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോകുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ മസ്കറ്റ് ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വീട്ടിൽ ചെന്ന് നല്ല ഫുഡൊക്കെ അടിച്ച് നേരം കളയാതെ ഞങ്ങൾ എല്ലാവരും റെഡിയായി വാതിലും പൂട്ടി ഇറങ്ങി. സഹകരണത്തിനും തുറമുഖത്തിനും ചുമതലയുള്ള മന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രിയും ഞങ്ങളും ഒരുമിച്ചാണ് ഹാളിലെത്തിയത്. അമ്മ കൊളീഗ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ഓരോ ചായയും വെജ് കട്ട്ലറ്റും തട്ടി രണ്ടാമത്തെ എടുക്കാൻ പോയപ്പോൾ അവസാന ദിവസമാണ് നാണം കെടുത്തരുതെന്ന് അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് അകത്ത് കയറി സീറ്റ് പിടിച്ചു. വേദിയിൽ സംസാരിച്ച മിക്കവരും അമ്മയുടെ പേരെടുത്ത് പറയുമ്പോൾ ഒരു മകൻ എന്ന രീതിയിൽ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എനിക്ക് എന്നും പ്രീത ഒരു ഇൻസ്പിറേഷനാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തള്ളു മൊത്തം കേൾക്കണ്ടേ എന്ന് അടക്കം പറഞ്ഞ് ഞാനും ലക്ഷ്മിയും ചിരിച്ചു. വേദിയിലുള്ളവരെല്ലാവരും പ്രസംഗിച്ച അവസാനം അമ്മയുടെ ഊഴം വന്നു. 8 മിനിറ്റ് സംസാരിച്ച് ഓർമ്മകളായവർക്ക് നന്ദി പറഞ്ഞ് അവസാനം എനിക്കും ചെറിയമ്മയ്ക്കും കിട്ടി ഓരോ നന്ദി വാചകം. എൻ്റെ മോൻ, അവനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ജോലി കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളത്. മോൻ ഇവിടെ ഉണ്ട്, അവൻ്റെ വൈഫും ഉണ്ട്, അതുപോലെ എൻ്റെ അനിയത്തിയും ഫാമിലിയും, അവർ പ്രിയ, അവർ രണ്ടുപേരുമാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നത്. ഞങ്ങളുടെ ഭീഷണി ഏറ്റു. തജിക്കിസ്ഥാനിലെ കുട്ടികൾക്ക് എയർപോർട്ടിൽ ഉണ്ടായതിന്റെ നേരെ വിപരീത ചിന്തകളായിരിക്കും ചിലപ്പോൾ പിരിഞ്ഞു പോകുന്ന ഈ 12 പേർക്ക്. അവരുടെ വിഷസും കുശലങ്ങളും ഇനി എന്താ പരിപാടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേട്ട് അമ്മയുടെ ഔദ്യോഗിക ബാങ്ക് ജീവിതത്തിന് വിരാമം ഇട്ട ആ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നോക്കി 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 ഞാൻ നിന്നു. സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് ഇടയ്ക്കൊന്ന് നനഞ്ഞു. ഇന്നലെ റിട്ടയർമെന്റിന്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റ് ചെറിയമ്മയും ചെറിയച്ഛനും അവരൊക്കെ പോയിട്ടോ. ഞങ്ങളും ദേ മെല്ലെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അമ്മയുടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മെല്ലെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണം അല്ലേ. അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സെമി ഫർണിഷ്ഡ്, അതോ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ കട്ടിലെ കിടക്കാതും അലമാര, പിന്നെ ഇങ്ങനത്തെ കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ നമ്മുടെ ക്രിട്ടയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, 70-ാം വയസ്സിൽ റിട്ടയർ ചെയ്തിരിക്കണ കണ്ടോ. 58 കേട്ടോ, 58 റിട്ടയർ ആയിട്ടിരിക്കുകയാണ്. എത്ര കൊല്ലം വർക്ക് ചെയ്ത്? 38 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഒരു സങ്കടവും ഇല്ല. ഇന്നലെ അവിടെ ബാക്കിയുള്ളവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ശബ്ദമൊക്കെ ഇടുമായിരുന്നു. ഇവിടെ ഭയങ്കര സന്തോഷമായിട്ട് ചില്ലായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഇനി കുറെ യാത്രയൊക്കെ ചെയ്യണം അല്ലേ? എന്തൊക്കെയാ വേറെ എന്തൊക്കെയാ സ്റ്റോറീസിന്റെ കൂടെ കൂടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു യാത്രയില് ഞങ്ങള് രണ്ടുപേരും ചേരില്ല അല്ലേ? ഞാനും അമ്മയും കൂടി കഴിഞ്ഞാൽ അടിയെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ബാഗ് സാധനങ്ങളൊക്കെ പതുക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് പോകുന്ന വഴി നമുക്ക് ഒരാളെ കാണാനും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തൃശ്ശൂർക്ക് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിറങ്ങി. കുറച്ച് നേരമായിട്ടോ ഇറങ്ങിയിട്ട്. കൊട്ടാരക്കരയൊക്കെ ഏകദേശം കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ നിന്ന് തിരിഞ്ഞ് ഞങ്ങള് ഓച്ചിറ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്യാനുള്ളത്. ഓച്ചിറ വെച്ചിട്ട് കാണാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡാണ്. നമുക്കൊരു 50 മിനിറ്റ് ഒക്കെ എത്തുന്ന ഒരു റൈഡ്. സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും ചായയും കടിയൊക്കെ കിട്ടുകയാണെങ്കിൽ, ചായ അല്ല മെയിനായിട്ട് ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഒരു ചായ കൾച്ചർ ഉണ്ട്. വൈകുന്നേരം ചായയും കടിയും, അല്ലെങ്കിൽ ചായയും എണ്ണ പലഹാരങ്ങളൊക്കെ. പൊരിപ്പ് എന്നാണ് ഇവിടെയൊക്കെ, അതായത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പൊരിപ്പ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പൊരിപ്പ് വാങ്ങി വണ്ടിയിൽ പിടിച്ചിടാം, എന്നിട്ട് അതിനെ തിന്നാം. അമ്മയ്ക്ക് എന്താ വേണ്ടേ? പരിപ്പ് വട, പഴംപൊരി. അപ്പൊ നമുക്ക് പഴംപൊരി വാങ്ങാം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? കിട്ടിയത് നിന്നും കഴിക്കും. സൈഡിൽ ഒരു കട കാണുന്നുണ്ട്. യെസ്, പരിപ്പുണ്ട്. അവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പരിപ്പ് വട, എന്തൊക്കെയാ, ഉഴുന്ന് വട, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. അവിടെ ചേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ പറയാ അവിടുത്തെ ചേട്ടൻ സിഗരറ്റ് വലിച്ച കൈ കൊണ്ടായിരിക്കും എടുത്തു തരണത്. എനിക്ക് പെട്ടെന്ന് വേണ്ട, ശരിക്കും വേണ്ടേ? നിനക്ക് വേണ? ഞങ്ങള് കഴിക്കൂ ഇതൊക്കെ കേട്ടാ. വാ, ഇറങ്ങാൻ എനിക്ക് വേണ്ട. ഞാനിപ്പോ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, കഴിക്കണ്ട. പോരാ, കണ്ടില്ല നീ, കുഴപ്പമില്ല അത്ര. ഉണ്ടമ്പൊരി ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്, ബജ്ജി ഉണ്ട്, പഴംപൊരി, നെയ്യപ്പം, പരിപ്പട. എനിക്ക് എന്താ വേണ്ടേ? പറ. ആ ചേട്ടൻ ഓരോന്ന് എടുത്തു തരുമ്പോ എനിക്ക് ചിരി വന്നോണ്ടിരിക്കുന്നു.
അപ്പൊ ഞാൻ ഒരു പരിപ്പുഴ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇറങ്ങുമ്പോ പറയാ കണ്ടില്ല നീ കുഴപ്പമില്ലായിരുന്നു അത്ര. ഇത് നോക്ക് പരിപ്പുഴയില് ചേട്ടന്റെ കൈയിന്റെ പാട്. ഞാൻ എന്തായാലും കഴിക്കുന്ന എനിക്ക് തോന്നുന്നു. ഇത് ശരിക്കും കൈയിന്റെ പാട് എൻ്റെ അടുത്തുണ്ട്. എണ്ണക്കടികളൊക്കെ കഴിച്ച് നമ്മളിതേ കുറച്ച് മുന്നോട്ട് വണ്ടി ഓടിച്ച് പിന്നെ ഒരു റൈറ്റ് ഒക്കെ തിരിഞ്ഞതേ ഹൈവേയിലേക്ക് കയറിയേക്കാണ് കേട്ടോ. ഓച്ചിറ എത്തിയേക്കാണ്. ഓച്ചിറയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കാണാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹമീം എന്നാണ് കേട്ടോ ആളുടെ പേര്. അപ്പൊ ഹമീമിന് ഇവിടെ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ഹമീമിന്റെ എന്തോ ഫ്രണ്ടിന്റെ കടയിലാണെന്നോ പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് കാണാന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങളിപ്പോൾ ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 മിനിറ്റിൽ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് 3 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ പൊളിച്ചിട്ട് നമ്മുടെ ഹൈവേ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണി നടക്കുന്നോണ്ടാണ് തോന്നുന്നു ഗൂഗിള് ഞങ്ങളെ മറ്റേ കൊട്ടാരക്കര ആ വഴിയൊക്കെ പറഞ്ഞു വിട്ടത്. അങ്ങനെ പോയി MC റോഡ് കൂടെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഈ ഒരു വഴിയിലേക്ക് കയറി. നമസ്കാരം, എന്താ വിശേഷം? ആഫ്റ്റർ വെരി ലോങ് ടൈം. അതെ, സുഖം, നന്നായിട്ട് പോകുന്നു. നിങ്ങൾ വീഡിയോ റെക്കോർഡിംഗിലാണ്? അതെ അതെ, അമ്മയാ ബാക്കിലിരിക്കണേ. കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിർത്തി. ഇവിടെ നിർത്താലോ? ഓക്കെ, ശരി. ഹമീമിനെ ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഓച്ചിറ വെച്ചിട്ട് കണ്ടുമുട്ടുന്നത്. ഒരുപാട് പ്ലാൻ ചെയ്തായിരുന്നു. അതെ, കുറെ നാളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്തപ്പോൾ ഹമീം പറഞ്ഞു എവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക്. അപ്പം അങ്ങനെ എന്നാൽ പോണ വഴിക്ക് കാണാമെന്നുള്ള ഒരു ഐഡിയയിലാണ്. പിന്നെയാണ് ഞാൻ ഈ അറിഞ്ഞ ഈ റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഞങ്ങളെ ചുറ്റി തിരിഞ്ഞാണ് കൊട്ടാരക്കര അങ്ങനെയാണ്. നിങ്ങൾ ഇനി തിരിച്ച് തൃശ്ശൂരേക്കല്ലേ? അപ്പം ഞാൻ എന്നാലും മറ്റേ വഴി പോകാന്നുള്ള പ്ലാനില്ല. ഇവിടെ പോകണ്ടല്ലോ, വേണ്ട, ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഹമീമിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ ക്ലോത്ത്സിൻ്റെ കാഷ്വൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മഴ വരുന്നുണ്ട്, അങ്ങോട്ട് കയറാന്ന് പറഞ്ഞാൽ ഞങ്ങളിതേ 15 ഉള്ളിലേക്ക് കയറി നിൽക്കാന്നുള്ളൊരു പരിപാടി. ഫുൾ ടൈം ഫേസ്ബുക്കിലാട്ടോ, ഫുൾ ടൈം ഫേസ്ബുക്കിലാണ്. ഇനി റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫേസ്ബുക്കിലാണ് മൊത്തം ജീവിതം. വാ, യൂട്യൂബിൽ കയറി നോക്കി. കറക്റ്റ് മഴ പെയ്ത് തുടങ്ങിയതും നമ്മളിതേ ഇങ്ങോട്ട് കയറിയിട്ടോ. ഇതേതാ വഴി? ഇത് ആക്ച്വലി നമ്മുടെ ഓച്ചിറ മെയിൻ റോഡ് തന്നെയാണ്. ഇത് NH പാരലൽ ആയിട്ടുള്ള റോഡാണ്. അവിടെ പണി ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ കുറച്ചധികം മൂവ്മെന്റ് ഉണ്ടെന്ന്. ഇത് മെയിൻ റോഡ് തന്നെയാണ്. ഓക്കെ, പഴയ മെയിൻ റോഡാണ്. ഈ കട ഉണ്ടല്ലോ, അത് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഗീവയുടെ കാര്യമൊക്കെ ആയിട്ട് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാ. നമുക്ക് അധികം കയറിയാലോ. സൂഫോ എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുക? സൂഫോ എന്ന് പറഞ്ഞിട്ടൊരു കടയാട്ടോ. ഇവിടെ ക്ലോത്ത്സും പിന്നെ ഇങ്ങനെ കാഷ്വൽ ഐറ്റംസും അങ്ങനത്തെ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ കാഷ്വൽ ക്ലോത്ത്സ് ആണ് നമ്മുടെ മെയിൻ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതല്ലാതെ ലൈക്ക് നമുക്ക് ഫാൻസി ഐറ്റംസ് ഇവിടെ അത്യാവശ്യം പിള്ളേർക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധനമായി പോകാന്നുള്ളൊരു സാധനം ആ ഒരു ആയിട്ട് വേണം. കിഡ്സും കാഷ്വൽ, കിഡ്സിനാണെന്നുണ്ടെങ്കിലും ജെൻസിനും ലേഡീസിനും എല്ലാം സെപ്പറേറ്റ് കാഷ്വൽ സെപ്പറേറ്റ് ഫ്ലോർസ് ആയിട്ടാണ് ചെയ്തത്. മൊത്തം ഒരു 3 ഫ്ലോറിലായിട്ടാണ്. നമ്മളെന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് മുകളിലത്തെ ഫ്ലോറൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അമ്മ ഞങ്ങളെക്കാളും മുന്നേ ഓടിയെത്തുന്നുണ്ട്. ഇവിടെ എന്താ ജെൻസിൻ്റെ, ഇത് ലേഡീസിൻ്റെ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയേക്കാണ് ലേഡീസിൻ്റെ. ആഹാ, കൊള്ളാലോ. ഇത് അവിടെ താഴ്ന്ന് കാണുമ്പോൾ ഇത്രയും വലുതാന്ന് തോന്നില്ല കേട്ടോ. താഴെ കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടെന്നേ ഉള്ളൂ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് എങ്ങനെയാ ഓണർ എങ്ങനെയാ പരിചയം? എൻ്റെ ഫ്രണ്ടാണ്. ഇത് ഫ്രണ്ടിന്റെ വൈഫാണ്. ഹലോ, ഹായ്. ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. ഓക്കെ, ഇത് വൈഫാണ് ലക്ഷ്മി. ഇത് അമ്മ. എന്താ വാങ്ങിയ? നൈറ്റിയാ നോക്കാം അല്ലേ? ഇത് പക്ഷെ കുറച്ചും കൂടി ചെറുപ്പക്കാർക്ക് പറ്റിയ പോലത്തെ നൈറ്റി ആണോ? അല്ലേ? അമ്മയ്ക്ക് 58. പക്ഷെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റീസ് ഒക്കെ എനിക്ക് ഇത് നല്ലതാ, നല്ല നൈറ്റിയാ. നൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് കുട്ടികളുടെ ആണോ? ഇത് കിഡ്സിന്റെ വേറാണ്. അവിടെ ആ സൈഡിലുണ്ടല്ലോ, അതല്ല ഇഷ്ടമായേ ആ ഭാഗത്ത്. പോരാട്ടാ, അമ്മ നോക്കിക്കോ. നല്ല ഞാൻ അവിടുന്ന് എനിക്ക് ഈ ഓഫീസിലേക്ക് അവിടെ ഫുൾ കുർത്ത അങ്ങനത്തെ സംഭവങ്ങളാണ് ഇടുന്നത്. അങ്ങനെ ഡ്രസ് കോഡില്ല, പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ഇടുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കുർത്താസും കാര്യങ്ങളൊക്കെ. ഇത് മാത്രമല്ലാതെ വെസ്റ്റേൺ വെയറിൻ്റെ യങ്സ്റ്റേഴ്സ് അങ്ങനത്തെ ആ ഒരു വൈബിലുള്ള
അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന ഈ ട്യൂണിക്സ് ഒക്കെ ഉണ്ടല്ലോ. എന്താ പറയുക, ട്യൂണിക്സോ? ആ, ഇത് ട്യൂണിക്സ് തോന്നുന്നുണ്ട്. എന്താ എന്റെ കളറാണോ? അതല്ലല്ലോ. അല്ല, ഇത് കോട്ട് സെറ്റ്സ് ആണ്. എനിക്ക് ടീഷർട്ട്, ഷർട്ട് ഇതൊക്കെ തന്നെ അറിയുള്ളൂ. ഇത് കോട്ട് സെറ്റ്സാ. ഇതൊക്കെ ഭയങ്കര അടിപൊളി ട്രെൻഡിൽ നിൽക്കുന്ന സംഭവങ്ങൾ അതൊക്കെ. ലക്ഷ്മിയും അമ്മയും ഓരോ സ്ഥലത്തേക്ക് നോക്കി നോക്കി പോയിട്ടോ. ഞാൻ ഈ ഫ്ലോറിൽ ഒറ്റയ്ക്ക് കിടന്ന് നടക്കുകയാണ്. മുകളിൽ ആണുങ്ങളുടെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് പോയാലോന്ന് വിചാരിക്കുന്നുണ്ട്. നിനക്ക് നോക്കി കഴിഞ്ഞില്ലേ? ഇത് നല്ല ഭംഗിയില്ലേ? ഇത് എന്തിൻ്റെ കൂടെ? ചുരിദാറിൻ്റെ കൂടെ അങ്ങനെ ഇടാവുന്നതാണ്. കുർത്താസിന്റെ ഒപ്പം ഇടാം. ആ, ഇവിടെ വേറെ എന്തൊക്കെയുള്ളത് ബൈ? ഇവിടെ നമുക്ക് വെസ്റ്റേൺ കൾച്ചറിൽ വരുന്ന ഡ്രസ്സസ് വരുന്നുണ്ട്. ഓക്കെ, അത് അഫോർഡബിൾ പ്രൈസ് ആണ്. ഓക്കെ. പിന്നെ വരുന്നത് എത്നിക് കളക്ഷൻസ് വരുന്നുണ്ട്. അതിലൂടെ നോർമൽ ടോപ്സും പാൻസും എല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് കിഡ്സിൻ്റെ ഐറ്റംസ് ആണ്. കിഡ്സിൻ്റെ ഐറ്റംസിൽ കൂടുതൽ വരുന്നത് ഒന്നുകൂടി കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ആണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുന്നത്. മുകളിൽ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ആണുങ്ങളുടെ ആണുങ്ങളുടെ വരുന്നത്. അതിൽ ബോയ്സിൻ്റെയും വരുന്നുണ്ട്. രണ്ടുകൂടി മിക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ പതുക്കെ? ഇവിടെ തന്നെയല്ലേ ഹോം ഡെക്കോർ ഉള്ളത്? ആ, ഈ ഒരു ഫ്ലോർ നമ്മൾ രണ്ടായിട്ട് പാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഹോം ഡെക്കോറും കാര്യങ്ങളും, ആ സൈഡിലാണ് ജെൻ സെക്ഷൻ വരുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു സൈഡിലേക്ക് കിഡ്സും വരുന്നുണ്ട്. കിഡ്സ് എന്ന് പറഞ്ഞാൽ ബോയ്സിന്റെ, ചെറിയ ചെറിയ കുട്ടികളുടെ അല്ലേ? ആൺകുട്ടികളുടെ മാത്രം. ആൺകുട്ടികളുടെ. അപ്പൊ ചെറിയ പെൺകുട്ടികളുടെ താഴെ ഉണ്ടാകും. താഴെ ലേഡീസിന്റെ ഭാഗത്തല്ലേ? ബെഡ്ഷീറ്റും തന്നെ നമുക്ക് ഫുഡ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആക്സസറീസ്. ഓക്കെ. ഇവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹോം ഡെക്കോറിന്റെ ഭാഗമായിട്ട് ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, പിന്നെ ചെറിയ ഇത് ചവിട്ടികളല്ലേ? ചവിട്ടികളുണ്ട്. ടേബിൾ മാച്ച്. ടേബിൾ മാറ്റ്സ് ആണ്. അയ്യോ സോറി, ടേബിൾ മാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രിന്റഡ് ഷർട്ട്സ് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ അതാ കണ്ടേ. പിന്നെ ഞങ്ങൾ ആ അപ്പുറത്തെ വഴി ഇങ്ങനെ നടന്നേ ഉള്ളൂ. നല്ല രസമല്ലേ? ഇല്ലേ? പിടിച്ചേ. നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി മെറ്റീരിയൽ, ഇടാൻ സുഖമുണ്ട്. നല്ല പ്രിന്റും, അങ്ങനെ കാണാത്ത ഒരു തരം പ്രിന്റ് അല്ലേ? കാണാത്ത പോലെ രണ്ട് ഷെയ്ഡ് ആയിട്ട് അത് വരുന്നത്. നല്ലതാട്ടോ. ഇഷ്ടമായി. ഇതെടുക്കട്ടെ? ഇതെടുക്കാം. ഹമീമിനെ കാണാൻ വന്നിട്ട് സൂഫോന്ന് സാധനങ്ങളൊക്കെ മേടിച്ചത് അമ്മയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം. അപ്പോൾ പതുക്കെ വിടാന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഹമീമിൻ്റെ വൈഫ് എറണാകുളത്താണുള്ളത്. ആൾ വിളിച്ച് പറയണമെന്ന് ഭയങ്കര മഴയാണ് എറണാകുളത്ത് നിന്ന്. തൃശ്ശൂരിൽ നിന്ന് ചെറിയമ്മയൊക്കെ തൃശ്ശൂർ എത്തി രാവിലെ ഇറങ്ങിയവർ. അവരും പറഞ്ഞു തൃശ്ശൂർ ഭയങ്കര മഴയാണ്, വെള്ളമൊക്കെ കെട്ടി നിൽക്കണമെന്ന്. അപ്പോൾ തൃശ്ശൂർ വേഗം എത്തണം. നിങ്ങളെന്നാൽ പതുക്കെ പോയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ കാണാം. ഈ വഴി പോകുമ്പോൾ ഒക്കെ വിളിക്കാം. ഓക്കെ. അപ്പോൾ ശരി, പോന്നാ. ഓക്കെ, ശരി ബ്രോ, ബൈ. ഹമീമിനോട് യാത്ര പറഞ്ഞിറങ്ങി പോകുന്ന വഴി ഡിന്നറൊക്കെ കഴിച്ച് കുറേ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർ എത്തിയത്. നാളെ ലക്ഷ്മി ചെന്നൈക്ക് തിരിച്ചു പോകും. നിർത്താതെ ചുമയുള്ളതുകൊണ്ട് ലക്ഷ്മിനെ രാവിലെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ മരുന്നും കൊടുത്ത് മാസ്ക് ഇട്ട് നടക്കാൻ പറഞ്ഞു. അത്ര സന്തോഷമൊന്നും ഇല്ല ചേച്ചിക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് പോകാൻ. മനസ്സില്ലാ മനസ്സോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സാധാരണ 10-20 മിനിറ്റും വൈകി വരുന്ന ആലപ്പി എക്സ്പ്രസ് ഇന്ന് കറക്റ്റ് ടൈമിന് വന്നു. ലക്ഷ്മിനെ ട്രെയിൻ കയറ്റി വിട്ടാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു എംപ്റ്റിനെസ് ആണ്. 2-3 വട്ടം നാളെ എൻ്റെ ഒപ്പം ഋഷികേശിലേക്ക് വന്നാലോ എന്നൊക്കെ പറഞ്ഞ് കക്ഷി ട്രെയിനിൽ കയറി. യാത്രയൊക്കെ പറഞ്ഞ് വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. വണ്ടി പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ സഫേർ ഹോട്ടലിൽ പോയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നാളെ പോയി കഴിഞ്ഞാൽ ഇനി നാട്ടിലെ ബിരിയാണി എന്ന് കഴിക്കുന്ന ആലോചിച്ച് കയറിയതാണ്. കുറച്ച് നേരത്തെ ആയതുകൊണ്ടാട്ടോ ഇത്രയും തിരക്കുറവ്. അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. കുട്ടിക്കാലത്ത് അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ വാങ്ങിത്തരും. അന്ന് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ക്യാബിനൊക്കെ ഉണ്ടായിരുന്നു ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ബിരിയാണി ആസ്വദിച്ച് കഴിച്ച് ബില്ലും പേ ചെയ്ത് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക്. തിരിച്ച് ഋഷികേശിലെത്തി കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ വാതിൽ തുറക്കുമ്പോൾ ഋഷികേശിൽ നിന്ന് അത്രയും സ്മൂത്ത് ആയിരുന്നില്ല ഇങ്ങോട്ടുള്ള യാത്ര. ലക്ഷ്മീനെ അന്ന് ട്രെയിൻ കയറ്റി വിട്ട് നെക്സ്റ്റ് ഡേ ലക്ഷ്മിയുടെ അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായി. ചെറിയൊരു സ്ട്രോക്ക് പോലെയൊക്കെ വന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർജറി വേണമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്മൂമ്മ സേഫാണ്, ഒരു കുഴപ്പമില്ലാതെ വീണ്ടും നോർമലായി. ഒരു സൈഡൊക്കെ ഇങ്ങനെ ഒരു തളർന്ന പോലെ ആയിരുന്നു, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്തുകൊണ്ട് എല്ലാം ഇതായി. ഇപ്പോൾ ബാക്ക് ടു ഹെൽത്ത് വന്നു. അമ്മൂമ്മേനെ ഡിസ്ചാർജൊക്കെ ചെയ്യാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നു അമ്മൂമ്മേനെ നോക്കാനും കാര്യങ്ങളും അവിടുത്തെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി വന്നു. ലക്ഷ്മിക്ക് ലീവിൻ്റെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെ എത്തി. മിനിഞ്ഞാന്ന് എത്തിയതാണ്. മിനിഞ്ഞാന്ന് രാവിലെ എത്തി. ഇന്നലെ രാവിലെ യാത്ര തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ രാവിലെ എണീറ്റപ്പോഴാണ് ലക്ഷ്മി വിളിച്ച് പറയണത് നമ്മുടെ 3 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നല്ലേ, ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും ഇന്നലെ വീടിൻ്റെ ബാക്കിൽ ചത്ത് കിടക്കാത്ര. വീടിൻ്റെ അകത്ത് രാത്രി കിടന്നിരുന്നേ. എങ്ങനെ പുറത്തേക്ക് പോയി, വല്ല മരപ്പട്ടിയാണോ അതോ വല്ല പെരിച്ചാഴിയോ എന്തെങ്കിലും ഉപദ്രവിച്ചാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും അത് കേട്ടപ്പോൾ ആകെ മൂഡ് പോയി. അപ്പോൾ ഇന്നലെ പോയില്ല, ഇന്നലെയും കൂടി ഇവിടെ ഇരുന്നു, കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇതൊക്കെ തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് റീസൺ. ആദ്യത്തെ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. കുറേ പേര് ചോദിച്ചു പിന്നെയും മടിയാണോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കേസുകൾ വരുമ്പോൾ നമുക്ക് എനിക്കും ആയാലും ലക്ഷ്മിക്കായാലും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിതേ പൂർവാധികം ശക്തിയോടെ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഗംഗയുടെ തീരത്താണ്, ലക്ഷ്മൺ ചൂലയുടെ ഈ ഒരു സൈഡിൽ. ഞാൻ ഇത്രയും നാളായിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ വന്നതാണ്. രാവിലെ ഏകദേശം ഒരു 7-8 മണിയായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്, ഇവിടെ നേരത്തെ സൂര്യൻ ഉദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ യാത്ര ഇതേ പൂർവാധികം ശക്തിയോടെ വീണ്ടും തുടങ്ങുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.